മുഖ്യമന്ത്രിയുടെ മലപ്പുറം ഹവാല സ്വർണ്ണക്കടത്ത് പരാമർശങ്ങളിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ചിരിക്കുകയാണ് ഗവർണർ. ഇരുവരും നേരിട്ട് രാജ്ഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കണം. നാളെ 4 മണിക്ക് രാജ്ഭവനിലെത്താനാണ് നിർദ്ദേശം. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിവരങ്ങൾ. ഉമേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണോ ഗവർണർ? മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഗവർണർ ഒരു പടി കൂടി കടന്നിരിക്കുന്നു. ഇപ്പോൾ രാജ്ഭവനിലേക്ക് DGPയെയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്താനാണ് തീരുമാനം. നാളെ 4 മണിക്ക് ഇരുവരും നേരിട്ട് രാജ്ഭവനിൽ ഹാജരാകണം. രാജ്ഭവനിൽ ഹാജരായി മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് കാര്യങ്ങൾ വിശദീകരിക്കണം. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഗവർണർ നടപടിയെടുത്തിരിക്കുന്നത്. ഹവാല സ്വർണ്ണക്കടത്ത് ഇടപാടുകളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് നടപടി ഇതുവരെ സ്വീകരിച്ചത്? എന്തുകൊണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ നടപടി അല്ലെങ്കിൽ ഗവർണറെ അറിയിച്ചില്ല? രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ മുഖ്യമന്ത്രി നൽകിയതല്ല എന്നുള്ള നിലപാട് ഹിന്ദുവും അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി താൻ അങ്ങനെ ഒരു പരാമർശം ഇൻ്റർവ്യൂവിൽ നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിളിച്ചു വരുത്തലിൽ ഗവർണർ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും, ഒരുപക്ഷെ വിഷയം രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും കാണുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ ചീഫ് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ DGPയുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് കേന്ദ്രത്തെ അറിയിക്കുക, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കൂടി കടക്കാൻ ഒരുപക്ഷെ രാജ്ഭവൻ ലക്ഷ്യമിടുന്നുണ്ടാകാം. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വിശദീകരണമായിരിക്കും ഇരുവരും രാജ്ഭവനിലെയും അറിയിക്കാൻ സാധ്യത. കാരണം മുഖ്യമന്ത്രി അറിയാതെ മറ്റൊരു PR ഏജൻസിക്കാർ നൽകിയ വിവരങ്ങൾ അച്ചടിക്കുകയായിരുന്നു എന്നാണ് ഹിന്ദു പത്രം നൽകിയ വിശദീകരണം. മുഖ്യമന്ത്രി പറഞ്ഞത് താൻ അത്തരമൊരു ഇൻ്റർവ്യൂവിൽ അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൃത്യമായി ചീഫ് സെക്രട്ടറിയും DGPയും വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. നാളെ 4 മണിക്ക് ഇരുവരും നേരിട്ടെത്തി ഹവാല ഇടപാടുകളിലും സ്വർണ്ണക്കടത്ത് ഇടപാടുകളിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിശദീകരണം നൽകണം. ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കണം. ഇതുവരെ അറിയാമായിരുന്നുവെങ്കിൽ, ഈ വിഷയം അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രത്തെ അറിയിച്ചില്ല, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടില്ല, തുടങ്ങിയ കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ചീഫ് സെക്രട്ടറിയും DGPയെയും നേരിട്ട് വിളിച്ച് പുതിയൊരു പോർമുഖത്തിന് കൂടി ഇപ്പോൾ ഗവർണർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ശരി, ഏതായാലും നിലപാട് കടുപ്പിക്കുകയാണ് വിഷയത്തിൽ ഗവർണർ എന്ന് തന്നെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.